ഗ്രീറ്റിംഗ്സ് ഫ്രം SQC MMO കോളേജ്. ഞാൻ ജസീം. ഞങ്ങളുടെ നോ ന്യൂ എന്ന സീരീസിലെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഹൗ ഇൻ്റർനെറ്റ് വർക്ക്സ്. ഇൻ്റർനെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഇൻ്റർനെറ്റ് ഈസ് എവരിവർ ബട്ട് നോവർ. ഇൻ്റർനെറ്റിൻ്റെ ഒരു മെയിൻ മിത്ത് എന്താ വെച്ചാൽ, ഒരു സ്ഥലത്തുള്ള ഡാറ്റ മറ്റു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഓൾ ഓവർ ദ വേൾഡിലേക്ക് ആ ഒരു ഡാറ്റ എത്തുന്നത് സാറ്റലൈറ്റ് വഴി ആണ് എന്നൊരു മിത്ത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള ഡാറ്റാ സെർവറിൽ നിന്ന് നമ്മൾ ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുന്നു. ആ ഡാറ്റ സാറ്റലൈറ്റ് വഴി നമ്മുടെ അടുത്തേക്ക് എത്തുന്നതെങ്കിൽ അതിന് വലിയൊരു ടൈം ഡ്യൂറേഷൻ എടുക്കും. കാരണം ഡാറ്റ ആദ്യം സാറ്റലൈറ്റിൽ എത്തണം, അവിടെ നിന്ന് നേരെ നമ്മളെ ഇതിലേക്ക് എത്തണം. അപ്പോൾ നല്ല ടൈം ഡ്യൂറേഷൻ എടുക്കും. ഇപ്പോൾ ഒരു ഡാറ്റ റിക്വസ്റ്റ് ചെയ്താൽ 2-3 ദിവസം ടൈം എടുക്കും. അപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ റെസ്പോണ്ട് കിട്ടണം. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്താ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഡാറ്റാ സെർവറിൽ നിന്ന് ഫൈബർ ഒപ്റ്റിക് കേബിൾ വഴി കടൽ മാർഗം നമ്മളുടെ ലാൻഡിങ് പോയിന്റിലേക്ക് എത്തും. അവിടെ നിന്ന് ഓൾ ഓവർ ദ കോണ്ടിനെൻറ്റിലേക്ക് ആ ഡാറ്റ സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ആ ഡാറ്റ എത്തും. ഇനി നമുക്ക് ഇൻ്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഒന്ന് ഡീറ്റെയിൽഡായി നോക്കാം. ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്ത് വെച്ച ഓരോ ഡിവൈസിനും ഓരോ യൂണീക്ക് IP അഡ്രസ്സ് ഉണ്ടാവും. ആ IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ ഡാറ്റാ സെർവേഴ്സിനും ഓരോ യൂണീക്ക് IP അഡ്രസ്സുകൾ ഉണ്ടാവും. ഇനി ഒരു യൂസർ ഒരു ഡിവൈസിൽ കയറി അതിലെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് youtube.com എന്ന് സെർച്ച് ചെയ്യണം. ആ youtube.com എന്ന് പറഞ്ഞ ഡൊമൈനിന് അതിൻ്റെ ഡാറ്റാ സെർവറിൻ്റെ IP അഡ്രസ്സ് ഉണ്ടാവും. ഈ ഒരു ഡാറ്റാ സെർവറിൻ്റെ IP അഡ്രസ്സ് ഈ ഡൊമൈനിലേക്ക് അസൈൻ ചെയ്യുന്നത് DNS സെർവേഴ്സാണ്. അപ്പോൾ യൂസർ youtube.com അടിക്കുമ്പോൾ ആ DNS സെർവർ ചെക്ക് ചെയ്യും ആ ഒരു സെർവറിൻ്റെ IP അഡ്രസ്സ് ഏതാണെന്ന്. എന്നിട്ട് ആ IP അഡ്രസ്സിലേക്ക് റിക്വസ്റ്റ് കൊടുക്കും. ഇങ്ങനെ ഒരു ഡാറ്റ ഈ യൂസർ റിക്വസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ള ലെവലിൽ റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ യൂട്യൂബ് സെർവറിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. യൂട്യൂബ് സെർവറിൽ നിന്ന് ഡാറ്റ ലാൻഡിങ് സ്റ്റേഷനിലേക്ക് എത്തും. ആ ഒരു കോണ്ടിനെൻറ്റിലെ ലാൻഡിങ് സ്റ്റേഷനിലെത്തും. അവിടെ നിന്ന് അണ്ടർ വാട്ടർ ഫൈബർ വഴി നമ്മളെ ഓഷ്യൻ്റെ അടിയിലൂടെയുള്ള കേബിൾസ് വഴി നമ്മളുടെ കോണ്ടിനെൻറ്റിലുള്ള ലാൻഡിങ് സ്റ്റേഷനിലെത്തും. അവിടെ നിന്ന് നമ്മളുടെ വൈഫൈ ലാൻഡ് ലൈൻ വഴി നമ്മളുടെ ഇൻ്റർനെറ്റ് റൗട്ടറിലേക്ക് എത്തും. അവിടെ നിന്ന് ഇൻ്റർനെറ്റ് കേബിൾ വഴി നമ്മളുടെ ലാപ്ടോപ്പിലേക്കോ അതല്ലെങ്കിൽ വൈഫൈ വഴി നമ്മളുടെ മൊബൈലിലേക്കോ ഡാറ്റ എത്തും. അങ്ങനെയാണ് ഒരു യൂസർ യൂട്യൂബ് ആക്സസ് ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ ഡാറ്റാ സെൻറ്ററിൽ നിന്ന് നമ്മളുടെ ആ ഒരു ഡിവൈസിലേക്ക് ഡാറ്റ എത്തുന്നത്. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർനെറ്റ് എങ്ങനെ മൊബൈൽ ഡാറ്റ വഴി എത്തുന്നു? സെയിം പ്രോസസ്സ് തന്നെയാണ്. യൂട്യൂബ് സെർവറിൽ നിന്ന് ലാൻഡിങ് സ്റ്റേഷനിലേക്ക് ഡാറ്റ എത്തും. ലാൻഡിങ് സ്റ്റേഷനിൽ നിന്ന് അണ്ടർ വാട്ടർ വഴി നമ്മളുടെ കോണ്ടിനെൻറ്റിലുള്ള ലാൻഡിങ് സ്റ്റേഷനിലെത്തും. അവിടെ നിന്ന് നേരെ ഇൻ്റർനെറ്റ് സെൽ ടവറിലേക്കാണ് ഡാറ്റ എത്തുക. അവിടുന്ന് സെൽഫോൺ ടവേഴ്സ് വഴി നമ്മളുടെ ഡാറ്റ നേരെ വയർലെസ് ആയിട്ട് നമ്മളുടെ ഫോണിലേക്ക് എത്തും. അങ്ങനെയാണ് ഇൻ്റർനെറ്റ് മൊബൈൽ ഡാറ്റ വഴി വർക്ക് ചെയ്യുന്നത്. ഫൈനലി ഇൻ്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു ഡാറ്റാ സെൻറ്ററിൽ നിന്ന് നമ്മളുടെ ഡിവൈസിലേക്ക് എങ്ങനെ ഡാറ്റ എത്തുന്നതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.